ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പവർ ടീം, പുതിയ പവർ ടീമിന്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പുതിയ പവർ ടീമായിട്ടുള്ള സായി, ശരണ്യ, നന്ദന, ശ്രീരേഖ എന്നിവർ നടത്തുന്ന ഡ്രാമ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു ഡ്രാമ. അവരെന്തൊക്കെയോ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ പവർ ടീം വളരെ മോശമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു, പ്രേക്ഷകർ പറയുന്നു ഇപ്പോഴത്തെ പവർ ടീം വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ ഈ പവർ ടീമിനെ പിരിച്ചുവിടണമെന്ന് പറയുന്നു. അത് തന്നെയാണ് ബിഗ് ബോസിന്റെ ആഗ്രഹം എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് അതിൽ നിന്ന് രണ്ടുപേരെ ഒഴിവാക്കുന്നുണ്ട്. ആ ഒഴിവാക്കിയത് ആദ്യത്തെ പവർ ടീമിലുണ്ടായിരുന്ന ഗബ്രിയെ, ഋഷിയെ മാറ്റിക്കൊണ്ടാണ് ആ സ്ഥാനത്തേക്കാണ് സായി, നന്ദന എത്തുന്നത്. എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും, ഏതാണ്ടൊക്കെ ആകെ തള്ളി മറിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് കയറി വന്നത്. കയറി വന്നപ്പോൾ തന്നെ അവർ പറയുകയാണ് ഈ വീട്ടിൽ നല്ലപോലെ പണിയെടുക്കുന്നവരുടെ റൂമിൽ പാട്ടിടുമെന്ന്. ബിഗ് ബോസിനോട് നമ്മളത് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ആ പാട്ട് നിങ്ങൾ തന്നെ അങ്ങ് പാടിയാൽ മതിയെന്ന്. ആദ്യം തന്നെ ബിഗ് ബോസ് ട്രോളി വിട്ടു എന്ന് പറയാം. സീക്രട്ട് ഏജന്റ് ഇവിടെ കളിക്കാൻ വന്നിട്ട് സീക്രട്ട് ഏജന്റ് പറയുന്നതെല്ലാം പൊട്ടത്തരങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തൊക്കെയോ ചെയ്യാൻ നോക്കും, വലിയ ഏതാണ്ട് ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞാണ്ടാ വരുന്നതും കളിക്കുന്നതൊക്കെ. പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അവര് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സാറ് മേഡം എന്ന് വിളിക്കണം, അതായത് ജോലി ചെയ്യുന്നവരെയൊക്കെ സാർ മേഡം എന്ന് വിളിക്കണം. ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിരുന്നു പരസ്പരം റെസ്പെക്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഇങ്ങനെ സാർ മേഡം വിളിക്കാനുള്ള റെസ്പെക്റ്റ് അല്ല ലാലേട്ടൻ അവിടെ പറഞ്ഞത്. അതായത് പ്രായത്തിൽ മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണം, അതായത് എടാ, പോടാ, വാടാ എന്നൊക്കെ വിളിക്കാതെ അദ്ദേഹത്തിന്റെ പേരോ അത് അങ്ങനെ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാനാ പറഞ്ഞത്. അല്ലാതെ ഇതുപോലെ സാർ, മേഡം, ബാ എന്നൊക്കെ പറയുന്ന പോലെ അല്ല ഇവിടെ കളിക്കേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാതെ സീക്രട്ട് ഏജന്റ് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്, എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് അറിയത്തില്ല. ഇന്ന് രാവിലെ തന്നെ നടക്കുന്ന കാര്യം ഇതാണ്. ദോശ ചൂടുന്നവര് മേഡം, മേഡം, തൂത്തുവായിരുന്നവരെ സാർ, ഈ ജോലി. ഇത് പ്രേക്ഷകരെ കളിയാക്കുന്ന പോലെ അതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണോ പ്രേക്ഷകർക്ക് വേണ്ടിയത്? അല്ല. പ്രേക്ഷകർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്പെക്ട്, പരസ്പര സ്നേഹം, മനുഷ്യത്വം, അതാണ് വേണ്ടത്. അല്ലാതെ സാർ മേഡം എന്ന് കാണിച്ചുകൊണ്ട് ഇത് പ്രേക്ഷകരെ വട്ടാക്കുന്ന ഒരു പ്രേക്ഷകർക്ക് ഒരുമാതിരി ഫൂളാക്കുന്ന പോലല്ലേ ഇവരുടെ ഈ പെരുമാറ്റം കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് എന്റെ സായിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? പ്രേക്ഷകർ എന്താണ് പറഞ്ഞത്, ലാലേട്ടൻ എന്താണ് പറഞ്ഞത്, അതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഈ പവർ ടീമിൽ എന്തൊക്കെ അവിടെ പവർ ടീം വഴി ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ പവർ ടീം വരെ ചെയ്യാൻ പറ്റും, ഇത് ഓരോ പ്രേക്ഷകർക്ക് അറിയാം. ഇതിനുള്ളിൽ പോയിരിക്കുന്ന ഓരോ മത്സരാർത്ഥികൾക്കും പവർ ടീം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അന്ന് സിബിൻ ആണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ പവർ ടീമിനെ ആക്കിക്കൊണ്ട് വന്നപ്പോഴാണ് സിബിനെ എടുത്ത് പുറത്ത് കളഞ്ഞത്. ഇപ്പൊ കുറെ വാർഡുകളെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തോ കാട്ടുക, ഒരു പിടുത്തവും ഇല്ല. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പ്രേക്ഷകരെ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷനുമായി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.